ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബനാന കട്ട്ലേറ്റ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കനും ബീഫെല്ലാം വെച്ചിട്ടാണ് കട്ട്ലേറ്റ് തയ്യാറാക്കാറ്. ഇതൊരു സ്വീറ്റ് കട്ട്ലേറ്റ് ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. പഴുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് നല്ല പഴുത്ത ഒരു പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിടാം. അതായത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. മൈസൂർ പഴം എടുക്കാം, ചെറിയ പഴം എടുക്കാം, നമ്മൾ സാധാരണ നാടൻ പഴം എടുക്കാം. പക്ഷേ നല്ല പഴുത്ത പഴമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് മധുരമുള്ള പഴം എടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായി തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട്, അതായത് നല്ല പേസ്റ്റ് പോലെ ആവണം എന്നല്ല, നല്ല കട്ട ഒന്നും ഇല്ലാണ്ടൊന്ന് എടുക്കുക. ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമ്മൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ മുന്നേ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വറുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഓവറായിട്ട് മധുരം ആയാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ മധുരമെല്ലാം നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബ്രെഡിൻ്റെ ക്രംസ് ആണ്. അതായത് നിങ്ങൾ ബ്രെഡ് പൊടിച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പഴം നമ്മുടെ കയ്യിലേക്ക് ബോൾ പോലെ കിട്ടുന്ന ആ ഒരു പരുവാകുന്നത് വരെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഈ ഒരു സാധനം ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. അതായത് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. അതുവരെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് എക്സാക്റ്റ് എത്രയാണ് ബ്രെഡ് ക്രംസിൻ്റെ അളവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും മാഷ് ചെയ്തെടുത്താൽ അത്ര ലൂസാണോ പഴം ഉള്ളത് അതിനൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ബോൾ പോലെ നമുക്ക് കിട്ടുന്ന ആ ഒരു പരുവം വരെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം എനിക്ക് നല്ലൊരു നമ്മുടെ ചപ്പാത്തി മാവെല്ലാം ഇല്ലേ, ആ ഒരു പരുവെല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ, അതായത് ചപ്പാത്തി മാവിൻ്റെ അത്ര ഒരു ഇതുണ്ടാവില്ല, ടൈറ്റ് ഉണ്ടാവില്ല, ഒരു കുറച്ച് ആ ഒരു പരുവം പോലെയാണ് നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് അതൊന്ന് ടൈറ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിലും ഒട്ടിപ്പിടിക്കരുത്, പാത്രത്തിലും ഒട്ടിപ്പിടിക്കാത്ത രീതിയാകുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഇടൽ നിർത്താം. ഇപ്പം കണ്ടോ, ഇത് കറക്റ്റാണ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. കയ്യിലൊരു ബോളായി കിട്ടുന്ന രീതി വരെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് അത് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിലേക്ക് നമുക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ഓരോരോ ബോളാക്കിയിട്ട് എടുക്കുക. ഓരോരോ ബോൾസ് ആക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ബോളായി കിട്ടുന്ന രീതി വരെ നമ്മൾ എന്തായാലും ആ മാവിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് കിട്ടൂ. അപ്പോൾ ഇതാ ഞാനിത് എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റോൾ ചെയ്യണം. അതായത് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുണ്ടല്ലോ, ഈ ബ്രെഡ് ക്രംസിൽ മുക്കാണ്ട് ഓയിൽ ഫ്രൈ ചെയ്യാണ്ട് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റെല്ലാം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്നാക്ക്, കാണാനും കൂടി ഭംഗിയുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ കുറച്ച് നല്ല ക്രിസ്പി ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പഴത്തിൻ്റെ ആ ഒരു നനവ് തന്നെ ഉണ്ടാവും. അതിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് കംപ്ലീറ്റ് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷമാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബൗൾസും ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരണം, അത്രയേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് അപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ഇത് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കി എടുക്കുക. അല്ലാണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഈസിയുമാണ് തയ്യാറാക്കി, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യാൻ ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.